السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على رسول الله سيدنا محمد وآله وصحبه أجمعين. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك، والله يا خير الخلائق إنني قلبا مشوقا لا يروم سواك. എൻ്റെ നാട്ടിൽ ഒരു സലാത്ത് സ്ഥാപിച്ചുകൊണ്ട് ആ സലാത്ത് നടക്കുന്നതുകൊണ്ട് അത് ഞാൻ എത്ര ദൂരെയാണെങ്കിലും വിടും. അങ്ങനെ അതിനാണ് വാസ്തവത്തിൽ ഞാൻ ഈ തെരുവിലിരിച്ചു വന്നത്. അത് ഇന്നലെയായിരുന്നു. അവിടെ വെറും സലാത്ത് മാത്രമല്ല, ദിവസവും ഉണ്ടാവും. ദിവസത്തിൽ ഹിക്കം എന്നൊരു കിതാബുണ്ട്. അത് വെറും ഒരു സാധാരണ തസവുഫൊന്നുമല്ല. കാതൽ ഹിക്കം ഖുർആൻ ഇസ്ലാമാണ്. ഓതപ്പെടുന്ന ഖുർആൻ അളവായിരിക്കുന്നു ഹിക്കമുള്ളത്. അധികം ആളുകൾക്കും അത് വേണ്ട പോലെ ദർശനം ചെയ്യാൻ കഴിയില്ല. അപ്പം എല്ലാവരും പറയും നമുക്കൊരു ദർശനം. അങ്ങനെ ആയിട്ടിപ്പോൾ ഒരു കരുവഞ്ചേരി മാത്രമല്ല, എല്ലാവർക്കും വേണമല്ലോ ദർശനം. ഹിക്കം എല്ലാവരും ഒരു കൂട്ടർ വേണം. ഹിക്കുമ്പോൾ ഞാൻ ചെടി കൊടുക്കും. ആയിരം മുടക്കമുള്ള വളരെ നല്ലതല്ലേ, കുറേ ചെടി കൊടുക്കാനുണ്ടായത്. പക്ഷെ ഒറ്റ കൂട്ടി പോകില്ലെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ദർശനത്തെ പണി ചെയ്തു. അതാണ് ഇൽമ് എന്ന് പറഞ്ഞ വലിയൊരു സാധനമാണ്. എൽമിന്റെ ബഹുമാനം അതറിയുന്നവർക്ക് അറിയും. ഞാൻ ആ ഭാഗം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ടെന്താ കാര്യം? അതില്ല. കുണ്ടൂർ ഉസ്താദ് റബ്ബറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ആമീൻ മഹാനവറുകൾ ഞാൻ ഉള്ളാത്ത ഉറൂസലിന്റെ കേട്ടു. മൂപ്പർ വന്നതാക്കി ഏറെ പോയി ഇവിടെ ആവശ്യപ്പെട്ടത്. മൂപ്പരെ പതിവല്ല എല്ലാ അറിഞ്ഞും പിടിച്ചു പോകണമെന്നുള്ളത്. അപ്പോൾ ആരോ പറഞ്ഞ് കുണ്ടൂർ ഉസ്താദ് വന്നത് അവരെവിടെ പോയി. അവിടെ അതായത് ഒരു ലേശമെങ്കിലും ഒരു അഹങ്കാരം എന്നുള്ളതോ അല്ലെങ്കിൽ ഞാനൊരാളാണെന്നുള്ളയോ വലുപ്പത്തരം ഇല്ലാത്ത ഒരാളാണ് മൂപ്പർ. അതായത് അങ്ങേയറ്റത്തെ തവാളും താഴ്മയുമാണ് തൻ്റെ ലക്ഷ്യം. നമ്മളെ രസിച്ചു പോയതല്ല. പക്ഷെ ഞാനത് ദേഷ്യപ്പെട്ടുണ്ട്. നിങ്ങളെന്തിനാ അങ്ങോട്ട് പോയി? ഞാൻ നിങ്ങൾ കേൾക്കുന്നത് അവിടെ പോയി നിങ്ങൾ ആരെയും ചെയ്യൂ. അല്ലെങ്കിൽ തന്നെ ഉള്ള ആൾക്കാരാണ് അവരാരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ നാട്ടുകാരുടെ കുറ്റം വരും. ഇന്നും വന്ന് ഉള്ള ആൾക്കാർ. അതുകൊണ്ട് ഇതിനോട് മദീനത്തുനിന്ന് ഒരിക്കലും ബെയ്ത്തുണ്ടാക്കിക്കൊള്ളും.
ഇതൊന്നും നോക്കണം. മദീനത്തുനിന്ന് ആനായത്തിന് പോയാലുണ്ടല്ലോ. അവാബയത്തിൽ തീർച്ചീശൻ അള്ളാഹുവിന്റെ റഹ്മത്തിങ്ങനെ ചാരിയ മഴ പോലെ പെയ്യണം. എന്തിങ്ങൾ തീർച്ചീശെന്ന് വെച്ചത്? അള്ളാഹുവിന്റെ റഹ്മത്ത് തീർപ്പിക്കലല്ല വേണ്ടത്, ഹത്താനെന്ന് വെക്കണം. അതാണ് ആ ബെയ്ത്തുമായിട്ട് ചേർത്താറുള്ളത്. ഇപ്പോൾ കുട്ടികളോട് ചെല്ലല്ല ബെയ്ത്ത്, എനിക്കത് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഭക്ഷണമൊന്നുമില്ല, എന്നാൽ ഒരു ഉത്സാഹിച്ച് വെച്ചോളി. ഇപ്പം അത് തന്നെ ഇപ്പം ഈ ബെയ്ത്ത്. അതിൽ വേറൊരു പ്രശ്നമൊന്നും കാണില്ല. ഞാൻ ഓതുന്ന ഭാഷയൊന്നുമല്ല എൻ്റെ വാപ്പേ. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ സ്ഥിതി എല്ലാവർക്കും അറിയാം. അവരെല്ലാം ഒക്കെ മരിച്ചുപോയി. പിന്നെ ജ്യേഷ്ഠനുണ്ടെങ്കിലും മരിച്ചുപോയി. അതപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ ആരും മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണമാകുന്ന കുളിഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ നന്നായി മരിച്ചു കിട്ടണ്ടേ? എല്ലാവരും വിചാരിക്കും, നിങ്ങളൊക്കെ വിചാരിക്കും ആ സ്റ്റേജിലിരിക്കാൻ തങ്ങൾ ഇവരൊക്കെയാണ് ആദ്യം സ്വർഗത്ത് പോവുക. വെറും വിദ്യത്താണത്. നമ്മളെക്കാളെ എത്രയോ മഹാന്മാർ ഈ മജിലിസിലുണ്ടാവും, വിളിച്ചിരിക്കുന്നു. അറിയോ? അവരെ ഉൾപ്പെടൊന്നും ആവില്ല. പക്ഷെ നമ്മളതുകൊണ്ട് താഴ്ത്തു പോയിരിക്കണമെന്നല്ല. എവിടെ നിന്നാലും നമ്മൾ ഹുള്ളിലേക്കാണ് അള്ളാഹു നോക്കുക. സാധിക്കും കൊലൂപിക്കും. ഞാൻ ശരീരത്തിൻ്റെ മൂടിയുള്ള അള്ളാഹു നോക്കൂല, ആകൃതിയുള്ളയും നോക്കൂല. നിങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിലാക്കാണ് റബ്ബിൻ്റെ നോട്ടം. അപ്പൊ ആർക്കും വലുപ്പം വരാൻ പാടില്ല. മൻ തകബ്ബറ വദഅഹു അല്ലാഹ്, മൻ തമാളഅ റഫഅഹു അല്ലാഹ്. ആര് ദമ്പ് കാണിച്ചു അവനെ അള്ളാഹു താഴ്ത്തി കളയും, ആര് താഴ്മ ചെയ്തു അവനെ അള്ളാഹു ഉയർത്തും. അവിടെ തങ്ങളോ മൊയ്ലിയാരോ ഒന്നും ദോഷമല്ല. റസൂൽ നിങ്ങൾക്ക് കേൾക്കുന്നത് താമസിച്ച് ഞാനതൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നീണ്ടു പോകും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇല്ല കൊള്ളോന്ന് ഇറങ്ങാറായി പോവും. കൊള്ളോന്ന് ഇറങ്ങാറായി തോന്നുന്നു. ഞാൻ എല്ലാം വെട്ടിപ്പൊളിച്ച് പറയുമ്പോൾ ചിലർക്ക് കണ്ണിന് കൊള്ളൂല. ഇതിനെപ്പറ്റിയാണോ പറഞ്ഞെന്ന് തോന്നിപ്പോവും. പക്ഷെ ആ കാലമൊക്കെ പോയി. എനിക്ക് വയസ്സത്തായി നിങ്ങളറിയോ? പറയണ വയസ്സാണെന്ന് പറയും. ഇപ്പം ഞാൻ നോട്ടീസ് നോക്കുമ്പം അപ്പം അതിൻ്റെ വയസ്സ് ഞാൻ ചിന്തിച്ചു നോക്കണം. ഏകദേശം 90 വയസ്സിൻ്റെ അടുത്തെത്തി. ഹിജരിയായ കൊല്ലം നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷ് കൊല്ലം നമ്മൾ പണ്ട് എഴുതിയിട്ടില്ല.